നമ്മൾ പലപ്പോഴും കമ്പാരിസൺസ് നടത്താറുണ്ട്. എനിക്ക് അവനേക്കാളും പൊക്കമുണ്ട്, ഈ പൂവിന് മറ്റേ പൂവിനേക്കാളും ഭംഗിയുണ്ട് എന്നൊക്കെ. പക്ഷേ ഇതൊന്നും അല്ലാതെ ഈക്വൽ കമ്പാരിസൺസ് നടത്താം. അതെങ്ങനെ? എനിക്ക് നിൻ്റെ അത്രയ്ക്ക് തന്നെ പൊക്കമുണ്ട്, ഈ പൂവിന് മറ്റേ പൂവിൻ്റെ അത്രയ്ക്ക് തന്നെ ഭംഗി ഉണ്ട്. ഇങ്ങനെയൊക്കെ ഈക്വൽ കമ്പാരിസൺസ് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആസ്. എങ്ങനെ ഇത് ഉപയോഗിക്കും നോക്കാം. ഈ റെഡ് ഫ്ലവറിന് വൈറ്റ് ഫ്ലവറിൻ്റെ അത്രയ്ക്ക് തന്നെ ഭംഗിയുണ്ട് എന്നെങ്ങനെ പറയും? ഈ റെഡ് ഫ്ലവറിന് ദിസ് റെഡ് ഫ്ലവർ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് വൈറ്റ് ഫ്ലവർ. ഈ റെഡ് ഫ്ലവറിന് വൈറ്റ് ഫ്ലവറിൻ്റെ അത്രയ്ക്ക് തന്നെ ഭംഗിയുണ്ട്. അപ്പോൾ രണ്ട് ഫ്ലവേഴ്സിനും ഒരേ ഭംഗി തന്നെയാണ്, രണ്ടിനും ഈക്വലാണ് ഭംഗി. നിങ്ങളുടെ കാർ ഞങ്ങളുടെ കാറിൻ്റെ അത്രയ്ക്ക് തന്നെ വില പിടിച്ചതാണ്. യുവർ കാർ ഈസ് ആസ് എക്സ്പെൻസീവ് ആസ് അവർ കാർ. ഇനി അവർ കാർ എന്നതിന് പകരം അവേഴ്സ് എന്നുപയോഗിക്കാം. യുവർ കാർ ഈസ് ആസ് എക്സ്പെൻസീവ് ആസ് അവേഴ്സ്. എക്സ്പെൻസീവ് എന്നാൽ വില പിടിച്ചത്. നിന്റെ കമ്പ്യൂട്ടർ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അത്രയ്ക്ക് തന്നെ പുതിയതാണ്. യുവർ കമ്പ്യൂട്ടർ ഈസ് ആസ് ന്യൂ ആസ് മൈ കമ്പ്യൂട്ടർ. നിങ്ങളുടെ കമ്പ്യൂട്ടർ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അത്രയ്ക്ക് തന്നെ പുതിയതാണ്. അവളുടെ ഗാർഡൻ എൻ്റെ ഗാർഡൻ്റെ അത്രയ്ക്ക് തന്നെ കളർഫുള്ളാണ്. ഹെർ ഗാർഡൻ ഈസ് ആസ് കളർഫുൾ ആസ് മൈ ഗാർഡൻ. ഇവിടെയൊക്കെ ഈ സെൻറ്റൻസിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പാറ്റേൺ എന്താ? ആസ് ബ്യൂട്ടിഫുൾ ആസ് എക്സ്പെൻസീവ് ആസ് കളർഫുൾ ആസ് ന്യൂ ആസ്. ഇത് ആസ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ് എന്ന ഒരു പാറ്റേൺ ആണ്. മൈ കാർ ഈസ് ആസ് ഗുഡ് ആസ് യുവർ കാർ. എൻ്റെ കാർ നിങ്ങളുടെ കാറിൻ്റെ അത്രയ്ക്ക് തന്നെ നല്ലതാണ്. മൈ കാർ എന്നത് സബ്ജക്റ്റാണ്, അപ്പോൾ ആദ്യം ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റാണ്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ് എന്നതൊരു ഹെൽപ്പിംഗ് വേർബാണ്. അത് സബ്ജക്റ്റ് അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ആം ഉപയോഗിക്കാം, ഈസ് ഉപയോഗിക്കാം, ആർ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ് ഉപയോഗിക്കാം, വേർ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ മൈ കാർ ഈസ് ആസ് ഗുഡ് ആസ് യുവർ കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാറിൻ്റെ അത്രയ്ക്ക് തന്നെ നല്ലതാണ് എൻ്റെ കാറും എന്നാണ്. ഐ സബ്ജക്റ്റ് ആണെങ്കിൽ ആം ഉപയോഗിക്കുക. യു, വി, ദേ അതുപോലെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആർ ഉപയോഗിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ഹി, ഷീ അതുപോലെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കാം. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ് ഉപയോഗിക്കാം. ഐ, ഹി, ഷീ അതുപോലെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ വാസ് ഉപയോഗിക്കാം. അതല്ല യു, വി, ദേ അതുപോലെ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ് എങ്കിൽ വേർ ഉപയോഗിക്കാം. മൈ കാർ വാസ് ആസ് ഗുഡ് ആസ് യുവർ കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാറിൻ്റെ അത്രയ്ക്ക് നല്ലതായിരുന്നു എൻ്റെ കാർ എന്നാണ്. നല്ലതായിരുന്നു, അപ്പോൾ വാസ് ഉപയോഗിച്ചു. ഇനി മൈ കാർസ് വേർ ആസ് ഗുഡ് ആസ് യുവർ കാർസ്. എൻ്റെ കാറുകൾ നിങ്ങളുടെ കാറുകളുടെ അത്രയ്ക്ക് തന്നെ നല്ലതായിരുന്നു എന്നാണ്. മൈ കാർസ് വേർ എന്നുപയോഗിച്ചു, കാരണം മൈ കാർസ് എന്നത് പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസിലും ഇതുപയോഗിക്കാം. നോട്ട് എന്ന ഒരു വേർഡ് ചേർക്കണം എന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, യുവർ സ്യൂട്ട് കേസ് ഈസ് നോട്ട് ആസ് ഹെവി ആസ് മൈൻ. യുവർ സ്യൂട്ട് കേസ് നിങ്ങളുടെ സ്യൂട്ട് കേസ് എൻ്റെ സ്യൂട്ട് കേസിൻ്റെ അത്രയ്ക്ക് ഭാരമുള്ളതല്ല എന്നായി. നോട്ട് ആഡ് ചെയ്തു. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് എന്നുപയോഗിച്ചു, പിന്നെ നോട്ട് ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് ആസ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ്, അത് കഴിഞ്ഞിട്ടാണ് പ്രോനൗണോ അതല്ലെങ്കിൽ നൗണോ ഉപയോഗിക്കേണ്ടത്. യുവർ സ്യൂട്ട് കേസ് ഈസ് നോട്ട് ആസ് ഹെവി ആസ് മൈൻ.
മൈ കമ്പ്യൂട്ടർ ഈസ് നോട്ട് ആസ് ന്യൂ ആസ് യുവേഴ്സ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അത്രയ്ക്ക് പുതിയതല്ല എൻ്റെ കമ്പ്യൂട്ടർ എന്നാണ് അതിൻ്റെ മീനിങ്. മൈ കമ്പ്യൂട്ടർ ഈസ് നോട്ട് ആസ് ന്യൂ ആസ് യുവേഴ്സ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാം. ഈസ് യുവർ സ്യൂട്ട് കേസ് ആസ് ഹെവി ആസ് മൈൻ? ഈസ് യുവർ സ്യൂട്ട് കേസ് ആസ് ഹെവി ആസ് മൈൻ? നിങ്ങളുടെ സ്യൂട്ട് കേസ് എൻ്റെ സ്യൂട്ട് കേസിൻ്റെ അത്രയ്ക്ക് ഭാരമുള്ളതാണോ എന്നായി. ആർ ദീസ് ഫ്ലവേഴ്സ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ദോസ് ഫ്ലവേഴ്സ്? ഈ ഫ്ലവേഴ്സ് ആ ഫ്ലവേഴ്സിൻ്റെ അത്രയ്ക്ക് ഭംഗിയുള്ളതാണോ എന്നായി. ദീസ് എന്നാൽ ഈ ഫ്ലവേഴ്സ് എന്താണ്, ദോസ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഫ്ലവേഴ്സ് എന്നായി. അപ്പോൾ ആർ ദീസ് ഫ്ലവേഴ്സ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ദോസ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫ്ലവേഴ്സ് ആ ഫ്ലവേഴ്സിൻ്റെ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഭംഗിയുള്ളതാണോ എന്നായി. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ് പ്ലസ് നോട്ട് പ്ലസ് ആസ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ് പ്ലസ് നൗൺ ഓർ പ്രൊനൗൺ. ഇനി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കുക. ഹെൽപ്പിംഗ് വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ആസ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ് പ്ലസ് നൗൺ ഓർ പ്രൊനൗൺ. പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ് പ്ലസ് ആസ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ് പ്ലസ് നൗൺ ഓർ പ്രൊനൗൺ. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക.